ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൂട്ടുകറി, സദ്യ സ്പെഷ്യൽ കൂട്ടുകറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി നിങ്ങൾക്കും തയ്യാറാക്കാം. വെൽക്കം ടു ദ വീഡിയോ. സദ്യ സ്പെഷ്യൽ കൂട്ടുകറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 100 ഗ്രാം കടല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കടല 7 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി കുക്കർ അടച്ചു വെച്ച് 5 വിസിൽ കേൾക്കുന്നതുവരെ വേവിച്ചെടുക്കാം. അടുത്തതായി കൂട്ടുകറിക്ക് ആവശ്യമായ പച്ചക്കറികൾ വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് ചേന ക്യൂബുകളായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളരിക്ക കട്ട് ചെയ്തത്, 1 കപ്പ് ഏത്തക്കായ് കട്ട് ചെയ്തത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. പച്ചക്കറികൾ വേവുന്ന സമയത്തിനുള്ളിൽ കറിക്ക് ആവശ്യമായ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഉഴുന്ന് ഒന്ന് ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത്, ഇതിലേക്ക് 2 കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിലാക്കി തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. തേങ്ങ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കേണ്ടത്. ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തേങ്ങ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും 1/4 ഭാഗം തേങ്ങ കോരി വേറൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കാം. ഇനി ഈ മാറ്റിവെച്ച തേങ്ങ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് 1/4 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കാം. ഇനി ബാക്കിയുള്ള തേങ്ങ കുറച്ചുകൂടി നമുക്ക് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബാലൻസ് തേങ്ങ നമുക്ക് കുറച്ചുകൂടി മൂപ്പിച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. വേവിക്കാൻ വെച്ച പച്ചക്കറിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. കടല വേവാൻ ഉപയോഗിച്ച വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒന്ന് വറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു 3 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. 3 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം.
തേങ്ങയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കുക. ഉപ്പ് പാകത്തിനല്ലെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയൊരു കുഴഞ്ഞ പരുവത്തിലാണ് കൂട്ടുകറി തയ്യാറാക്കേണ്ടത്. ഇത് ഇരിക്കും തോറും കുറുകി വരും. സദ്യയ്ക്ക് വിളമ്പാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ കൂട്ടുകറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.